PM കുസും പദ്ധതി പ്രകാരം കേരളത്തിലെ കർഷകർക്ക് സോളാർ പമ്പുകൾ വിതരണം ചെയ്യുന്നതിൽ 100 കോടിയുടെ ക്രമക്കേടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സൗരോർജ്ജ പമ്പുകൾ സ്ഥാപിക്കാനായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബെഞ്ച്മാർക്ക് റേറ്റിന്റെ ഇരട്ടിയിലേറെ റേറ്റിന് കേരളത്തിൽ ടെൻഡർ നൽകിയെന്നാണ് ആരോപണം. കേരളത്തിലെ സാധാരണക്കാരായ കർഷകർക്ക് സൗരോർജ്ജ പ്ലാന്റുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയാണ് PM കുസും എന്ന പദ്ധതി. എന്നാൽ ഈ പദ്ധതി വൻ വെട്ടിപ്പും അഴിമതിയുടെയും കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര പദ്ധതി 30% കേന്ദ്രത്തിന്റെ സബ്സിഡിയാണ്, 30% കർഷകർ 30% സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കണം, 40% കർഷകർ എടുക്കണം. അങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാകുന്നത്. കൂടുതൽ സൗരോർജ്ജ പമ്പുകൾ സ്ഥാപിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതി ആരംഭിച്ചത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം കേരള ഗവൺമെന്റ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചത് കർഷകരെടുക്കേണ്ട തുകയും സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കേണ്ട തുകയും നബാർഡിൽ നിന്ന് 5.25% പലിശയ്ക്ക് 7 വർഷത്തേക്ക് 172 കോടി രൂപ എടുക്കാനാണ് തീരുമാനമെടുത്തത്. നല്ല തീരുമാനമായിരുന്നു. കാരണം ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല, കർഷകരുടെ കയ്യിൽ പണമില്ല. 172 കോടി രൂപ നബാർഡിൽ നിന്നെടുത്ത് അത് 5.25% പലിശക്കെടുത്ത് 7 വർഷത്തേക്ക് കേരളത്തിലെ എല്ലാ കർഷകർക്കും സൗരോർജ്ജ പമ്പുകൾ വെക്കാനുള്ള ഈ പദ്ധതിയാണ് വിഭാവനം ചെയ്തത്. ദൗർഭാഗ്യവശാൽ അത് അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 60% മുതൽ 147% വരെ റേറ്റ് വർധനയാണ് ഉണ്ടായത്. ഇത് മൊത്തം ഇടപാടിൽ ഏതാണ്ട് 100 കോടി രൂപയുടെ വ്യത്യാസമാണ് വരുത്തിയിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയായ PM കുസും പദ്ധതി കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നായി മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. KPCC ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയാണ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചത്. കർഷകർക്ക് 2 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ പമ്പുകൾ പ്രവർത്തിക്കുന്നതിനായി സൗജന്യമായി വെച്ച് നൽകാനുള്ള പദ്ധതിയാണിത്. ഇതിനെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറ്റിയിരിക്കുകയാണ് വൈദ്യുത മന്ത്രിയും അനർട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. 240 കോടി രൂപയുടെ പദ്ധതിയിൽ 100 കോടിയിൽ പരം വരുന്ന ക്രമക്കേടും അഴിമതിയുമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെ ടെൻഡർ വിളിക്കാൻ അനുമതിയുള്ള അനർട്ട് CEO 240 കോടി രൂപയുടെ ടെൻഡർ വിളിച്ചതു മുതൽ ക്രമക്കേടുകൾ ആരോപിക്കുന്നു. സർക്കാരിന്റെ രേഖാമൂലമായ അനുമതിയില്ലാതെ എങ്ങനെയാണ് ഇത്രയും ഉയർന്ന തുകയ്ക്ക് ടെൻഡർ വിളിക്കാൻ സാധിക്കുന്നതെന്ന് വ്യക്തമാക്കണം. തന്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനർട്ട് CEOയ്ക്ക് ധൈര്യം ലഭിച്ചത് എവിടെ നിന്നാണ്? മന്ത്രിയുടെ രഹസ്യനിർദ്ദേശമില്ലാതെ ഇത്തരമൊരു കാര്യം ഒരു ഉദ്യോഗസ്ഥന് ചെയ്യാൻ എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ഇത് വൈദ്യുത മന്ത്രിയുടെ മൗനാനുവാദത്തോടെ നടന്ന ക്രമക്കേടാണ് എന്നത് വ്യക്തമാക്കുന്നു. ഗ്രേഡിംഗ് ഇല്ലാത്ത കമ്പനികൾക്കടക്കം ഉയർന്ന തുകയിൽ കോൺട്രാക്ട് നൽകി വൻ വെട്ടിപ്പാണ് നടക്കുന്നതെന്ന് ചെന്നിത്തല പറഞ്ഞു.